വളരാൻ വെമ്പുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി. വളരെ പതിയാണ് ബി ജെ പിയുടെ ആദ്യകാല വളർച്ച. 1980 രൂപീകരിച്ച പാർട്ടി 84 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 2 സീറ്റ് മാത്രമാണ് നേടിയത്. അതിൽ നിന്നും ഇപ്പോൾ 303 സീറ്റിലേക്കും ഇപ്പോൾ പാർട്ടി തന്നെ പ്രതീക്ഷിക്കുന്ന 370 സീറ്റിലേക്കും ഒക്കെയുള്ള വളർച്ച സാധ്യമായാൽ അത് ഇപ്പോൾ വൈകി വന്ന ഒരു വളരെ വലിയ കുതിപ്പാണ്. ആദ്യകാലങ്ങളിൽ ആ കുതിപ്പുണ്ടായില്ല. ഘട്ടം ഘട്ടമായി 2 സീറ്റിൽ നിന്നും 86 സീറ്റിലേക്കും 116 സീറ്റിലേക്കും പിന്നീട് 189 സീറ്റിലേക്കും 202 സീറ്റിലേക്കും ഒക്കെ വളർന്നതിന് ശേഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം 16ാം ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും 17ാം ലോക്സഭയിൽ അത് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ആവർത്തിക്കുകയും ചെയ്തതിനു ശേഷം 18ാം ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം പാർട്ടി ഒറ്റയ്ക്ക് നേടണം എന്നാഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ മുന്നണിയായി തീർച്ചയായും NDA 400 സീറ്റ് എന്ന് പറയുമ്പോൾ 3/2 ഭൂരിപക്ഷത്തിൽ കൂടുതലാണ്. ഇത് ആഗ്രഹിക്കുന്ന പാർട്ടിക്ക് വളർച്ചയുണ്ടാകണമെങ്കിൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം പോലെയുള്ള മുൻകാലങ്ങളിൽ ബാലികേറാമലയായിരുന്ന സംസ്ഥാനങ്ങളിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കണം. അത് സാധിക്കണമെങ്കിൽ കേരളത്തിന്റെ അവസ്ഥയിൽ പ്രത്യേകിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓർഗാനിക്കായ ജൈവികമായ ഒരു ഗ്രോത്ത്, ഒരു വളർച്ച ബി ജെ പിക്ക് ഉണ്ടാകണമെങ്കിൽ ഏറെക്കാലം എടുക്കും. പ്രത്യേകിച്ച് കേരള ജനസംഖ്യയുടെ 45% ഹൈന്ദവ ഇതരരാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് വേരോട്ടം ഉണ്ടാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രധാന പാർട്ടിയായി കരുതപ്പെടുന്നത് CPM തന്നെയാണ്. ബി ജെ പിയുടെ തന്നെ കണക്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്, BJP അല്ല. കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടുകളുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടുകൾ മാത്രം കൊണ്ട് ഒരുപക്ഷെ ബി ജെ പിക്ക് കേരളത്തിൽ അത്ഭുതങ്ങൾ നടത്താനാവില്ല. അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ ശ്രദ്ധ ഇതുവരെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കളെ കുറെയൊക്കെ അടർത്തിയെടുത്ത് ബി ജെ പിയുടെ ഒരു നേതൃനിര സമ്പുഷ്ടമാക്കണം. സ്വാഭാവികമായി ബി ജെ പിക്ക് ഉള്ളിൽ വർഷങ്ങളായി വളർന്നു വന്ന പ്രാദേശിക നേതൃത്വത്തോടൊപ്പം തന്നെ വെളിയിൽ നിന്ന് വരുന്ന താരമൂല്യമുള്ള ആളുകൾ, അത് സുരേഷ് ഗോപിയെ പോലെയുള്ള സിനിമാ താരങ്ങളാകാം, കൃഷ്ണകുമാറിനെയൊക്കെ പോലെയുള്ള സിനിമാ താരങ്ങളാകാം, അതുമല്ല എങ്കിൽ ഈ വലിയ നേതാക്കളുടെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ, AK ആന്റണി കോൺഗ്രസ് നേതാവ് മകൻ അനിൽ ആന്റണി, അങ്ങനെയുള്ള നേതാക്കളാകാം. പിന്നെ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്നും കടന്നു വന്ന CPM വളർത്തിക്കൊണ്ടുവരികയും പിന്നീട് കോൺഗ്രസിലെത്തുകയും അതുവഴി ബി ജെ പിയിൽ അവസാനം ചേരുകയും ചെയ്ത AP അബ്ദുള്ളക്കുട്ടി പോലെയുള്ള മലബാറിലെ ചെറുപ്പക്കാരായ നേതാക്കളാകാം. ഇവരെല്ലാം തന്നെ ഒരു സിംബോളിക് വാല്യൂ ആണ് നൽകുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അവിടെ നിർത്തുന്നില്ല. ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കണമെങ്കിൽ മലബാർ മേഖലയിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ പരാജയപ്പെടുത്തി പൊട്ടിച്ച് ബംഗാളിൽ ചെയ്തതുപോലെ, ത്രിപുരയിൽ ചെയ്തതുപോലെ മൊത്തത്തിൽ പാർട്ടി പിടിച്ചെടുക്കാനൊന്നും സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ ഒരു ചെറിയ ഭാഗത്തെയെങ്കിലും കൂടെ നിർത്തണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു. അതാണ് തന്ത്രം. എന്നാൽ കഠിനമായ കൃത്യമായ രാഷ്ട്രീയം പറയുന്നവരാണ് വടക്കൻ കേരളക്കാർ, മലബാർ പ്രദേശത്തെ ആളുകൾ. കൃത്യമായ രാഷ്ട്രീയ വോട്ടുകളുമാണ്. അത് CPM-ൽ നിന്നും ബി ജെ പിയിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് സംഭവിക്കണമെങ്കിൽ CPM-നൊരു അപജയം സംഭവിച്ചു എന്ന് പാർട്ടി അനുഭാവികളും പൊതുജനങ്ങളും ജനസാമാന്യവും മനസ്സിലാക്കണം. അത് ചെയ്യണമെങ്കിൽ എന്താണ് ഏക വഴി? എന്താണ്? പ്രമുഖരായ ചില പാർട്ടി നേതാക്കളെ സ്വന്തം പാളയത്തിൽ കൊണ്ടുവരിക. അപ്പൊ നനഞ്ഞിടമല്ലേ കുടിക്കാൻ പറ്റൂ? അസംതൃപ്തരായ നേതാക്കളെ അല്ലേ വലവീശി പിടിക്കാനൊക്കൂ? പത്മജ വേണുഗോപാൽ കോൺഗ്രസിനുള്ളിൽ അസംതൃപ്തയായിരുന്നു. അനിൽ ആന്റണി വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന രീതിയിൽ അസംതൃപ്തനായിരുന്നു. അവരെയൊക്കെ വീശി പിടിച്ചതുപോലെ ഒരു വമ്പൻ സ്രാവ്, ഒരു തിമിംഗലം തന്നെ വരുമെങ്കിൽ, കൂടെ പോരുമെങ്കിൽ നന്ന് എന്ന് കരുതിയാണ് ഒരുപക്ഷെ EP ജയരാജൻ, LDF കൺവീനർ, സാക്ഷാൽ LDF കൺവീനറായ സഖാവ് EP ജയരാജനെ ആ ചൂണ്ടയിൽ കുരുക്കാനാവുമോ എന്ന് നോക്കിയത്. പക്ഷേ EP ജയരാജനുമായി ബി ജെ പി നടത്തിയ ചില സംഭാഷണങ്ങൾ, ചില നീക്കുപോക്കുകൾ, ചില സൗഹൃദങ്ങൾ, ആ സൗഹൃദമെല്ലാം തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ EP ജയരാജൻ ആക്രമിക്കപ്പെടുകയും മാർക്സിസ്റ്റ് പാർട്ടി പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതൊരു പാർട്ടി നയമാണോ? ഇവിടുത്തെ ചോദ്യം നമ്മൾ EP ജയരാജൻ മാത്രമല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം ഭാവിയിൽ CPM-ൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമോ? നമ്മൾ രാജേന്ദ്രന്റെ കാര്യം കേട്ടു. ഇടുക്കി ജില്ലയിൽ മുൻ MLA രാജേന്ദ്രൻ CPM-ൽ നിന്നും
BJP-യിലേക്ക് എന്ന രീതിയിൽ കേട്ടു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. അതുപോലെ പല നേതാക്കളുടെയും പേരുകൾ, കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളുടെയും പേരുകൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു CPM ഇവരെല്ലാം പോകും, നിങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നത് വെറുതെയാണ്, ഈ നേതാക്കളെല്ലാം നാളെ BJP-യിൽ ചേക്കേറും, ഒരു രീതിയിലും അവരിവിടെ നിൽക്കില്ല എന്ന് പറയുമ്പോൾ വളരെ മുഖത്തേറ്റ അടിയാണ് അവരുടെ മുന്നണി കാരണവരായ EP ജയരാജൻ തന്നെ പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചു. അല്ല, ഇതൊരു ഒന്നുക്കൊന്ന് കൂടിക്കാഴ്ച എന്ന തുച്ഛീകരിച്ച് കാണാനാവുന്ന ഒരു കാര്യമല്ല, മറിച്ച് EP-ക്ക് പോലും ഒരു മനം ചാഞ്ചാട്ടം ഉണ്ടായി എങ്കിൽ ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ചാഞ്ചാട്ടം ഉണ്ടാകുമല്ലോ. ഇത് മനസ്സിലാക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ സ്വഭാവത്തിൽ അടുത്ത കാലത്ത് വന്ന വ്യതിയാനം, കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിയുള്ള നല്ലവരായ ശുദ്ധഗതിക്കാരായ ഐഡിയോളജിക്ക്, പ്രത്യയശാസ്ത്രത്തിന് വളരെ വലിയ മൂല്യങ്ങൾ നൽകുന്ന, മാനുഷിക മൂല്യങ്ങൾ നൽകുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇന്നുമുണ്ട് കേരളത്തിൽ, വളരെ വലിയ എണ്ണമുണ്ട്. പക്ഷെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കുകയും MV ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഐഡിയോളജിയോടൊപ്പം ഉയരുന്നുണ്ടോ, അതോ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പുറകെ പോകുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ പലരും, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ, അല്ല കമ്മ്യൂണിസ്റ്റ് ഫാമിലികളിൽ പെടുന്ന പലരും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ വളർത്താനായി രാഷ്ട്രീയ മൂല്യങ്ങൾ ത്യജിച്ചുകൊണ്ട് വെറുക്കപ്പെടേണ്ടവരോടൊപ്പം ചേരുന്നുണ്ടോ? അതിന് ചില വിവാദ ദല്ലാളുമാരുടെ ഉൾപ്പെടെയുള്ള ഒരു ഏകോപനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. അപ്പൊ കേരള സമൂഹത്തിന് മുന്നിൽ ഇതൊരു വലിയ ചോദ്യമായി നിൽക്കുന്നു. നാളുകളിൽ എന്ത് സംഭവിക്കും? CPM-ൽ നിന്നും വളരെ വലിയൊരു കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ജൈവികമായ ഒരു വളർച്ച തെക്കൻ കേരളത്തിലെ ചില മേഖലകളിൽ, തിരുവനന്തപുരം ആറ്റിങ്ങൽ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കാവുന്ന നിലയിൽ വരെ എത്തിയിരിക്കുന്നു എന്നതാണ് അനുഭവം. അത് മാത്രമല്ല, തൃശ്ശൂർ പോലെയുള്ള മേഖലകളിൽ ശ്രീ സുരേഷ് ഗോപിയുടെ ചിറകിലേറിയെങ്കിലും അപ്രതീക്ഷിതമായി സ്വാഭാവികമായി വലിയ വളക്കൂറുള്ള മണ്ണല്ല BJP-ക്ക് തൃശ്ശൂർ, എങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ തേരിലേറി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് BJP-യെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഒരു പ്രതിച്ഛായയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വന്നു. അത് മാത്രമല്ല, വികസന മുദ്രാവാക്യം നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നു. ഇന്ത്യ വികസിത ഭാരതമാകും, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് കേന്ദ്രത്തിൽ വരണം, സംസ്ഥാനത്ത് മാറി മാറി LDF-നും UDF-നും ഏറെ അവസരം കൊടുത്തല്ലോ, ഇനി ഒരു മാറ്റം വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന കേരളീയരുടെ എണ്ണത്തിൽ വളരെ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടായി മാറണമെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു 18% അല്ലെ 20% വരെ പരമാവധി വോട്ട് 33, 34, 35 വിന്നബിലിറ്റിയിലേക്ക്, ഒരു ത്രികോണ മത്സരത്തിൽ വിന്നബിലിറ്റിയിലേക്ക് എത്തണമെങ്കിൽ പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ ഉൾപ്പെടെ, ഹൈന്ദവ വോട്ടുകൾ ഉൾപ്പെടെ, മറ്റ് ഹൈന്ദവ വോട്ടുകൾ, പാർട്ടിക്ക് പോകുന്ന ഹൈന്ദവ പാർട്ടി അല്ലാത്ത CPM-ന് പോകുന്ന വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയണം. അതിനുവേണ്ടിയായിരിക്കണം നേതാക്കളെ വലവീശി പിടിക്കാനുള്ള ശ്രമം. ഇത് പുറത്തറിഞ്ഞാൽ BJP-ക്ക് ഒരു ചുക്കുമില്ല. അവർക്ക് നേട്ടമാണ്. അവർ തുറന്നു പറയുന്നല്ലോ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞല്ലോ, ഞാനൊരു 5 അംഗ കമ്മിറ്റിയിൽ അംഗമാണ്. പല സംസ്ഥാനങ്ങൾ, 9ഓളം സംസ്ഥാനങ്ങളിൽ BJP-യിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള നേതാക്കളുമായി സംവദിക്കാനും ആശയവിനിമയം നടത്താനും എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ EP ജയരാജനുമായി സംസാരിച്ചത്. 90% EP ജയരാജൻ സമ്മതിക്കുകയും ചെയ്തതാണ്. ആ വക്കിലെത്തിയപ്പോഴാണ്, ആ ചേരുന്നതിന്റെ തൊട്ട് മുൻപാണ് ശ്രീ പിണറായി വിജയൻ ഇത് അറിയുകയും പാർട്ടിയുടെ ഭാഗത്തു നിന്നും, പിണറായിയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ ഒരു താക്കീത് ഉണ്ടാവുകയും അങ്ങനെ അവസാനം പേടിച്ച് PP ജയരാജൻ പിന്മാറി എന്ന രീതിയിലാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അപ്പൊ BJP-ക്ക് ഇതൊരു പൊന്തൂവലായിരിക്കാം. വന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ വരാൻ ആളുകൾ തയ്യാറായി എന്ന് പറയുന്നത് BJP-യുടെ തൊട്ടുകൂടായ്മ, അസ്പൃശ്യത എല്ലാം മാറി എന്നതിന്റെ സൂചനയാവാം. അതേസമയം കടുത്ത പ്രതിരോധത്തിലായ കോൺഗ്രസിനെ അമ്പരപ്പിച്ചുകൊണ്ട് അതിനേക്കാൾ കടുത്ത പ്രതിരോധത്തിലാവുകയാണ് CPM ഇന്ന്. അതുകൊണ്ട് BJP ബാന്ധവം CPM-ന്റെയും കോൺഗ്രസിന്റെയും അടിത്തറ ഒട്ടൊന്നുമല്ല ഉലച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം.